ബലിയായി തിരുമുൻപിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രമനശ്വരം ഇടയന്റെ വഴി തേടിപ്പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രമാശ്രയം ബലിയായി തിരുമുൻപിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്നത്തെ പരിശുദ്ധ ബലിയിൽ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ പള്ളിയിൽ ഫെൽസി സേവറിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 3-ാം ചരമവാർഷികമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 1-ാം ജന്മദിനം ആഘോഷിക്കുന്ന സിദാനെയും സമർപ്പിച്ച് ഈ പരിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. ഈ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് ദൈവത്തിന് കാഴ്ചയായിട്ട് നൽകാം. ഇന്ന് തിരുവചനത്തിൽ ഈശോ നമ്മളോട് നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ പറയുന്നു, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. ഇതുപോലെ കുട്ടികളെ പോലെ ആകരുത് എന്ന് ഈശോ പറയുന്നുണ്ട്. അവൻ പറയുന്ന ഉദാഹരണമാണ്, ചന്തസ്ഥലത്തിരുന്ന് കുട്ടികൾ കുഴലൂതി. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ കുഴലൂതിയത് കൊണ്ട് നിങ്ങൾ നൃത്തം ചെയ്യണം. അപ്പോൾ കുട്ടികൾ കുഴലൂതിയത് മറ്റുള്ളവർ നൃത്തം ചെയ്യുമെന്ന് കരുതിക്കൊണ്ടാണ്. അതുപോലെ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞില്ല. ഇതാണ് അവരുടെ പരാതി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരാതിപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ, തിരിച്ചു കിട്ടാതായി കഴിഞ്ഞപ്പോൾ നമ്മളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ എന്തുമാത്രം ഞാൻ സഹായിച്ചതാണ്, അവളെ എന്തുമാത്രം സഹായിച്ചതാണ്, എന്നിട്ട് ഇപ്പോൾ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഈ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുക. ഇതാണ് 1-ാമത്തെ മനോഭാവം. 2-ാമത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ, സ്നാപക യോഹന്നാൻ ജനങ്ങളുടെ കൂടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി ജീവിച്ചു. അപ്പോൾ ജനം സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, അവൻ പിശാച് ബാധിതനാണ്. അപ്പോൾ അവൻ ഒന്നും തിന്നില്ല, ഒന്നും ഭക്ഷിച്ചില്ല എന്നതായിരുന്നു കുറ്റം. എന്നാൽ ഈശോ വന്നിട്ട് ആളുകളുടെ കൂടെ ഭക്ഷിച്ചു, എല്ലാവരുടെയും കൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഈ ജനം തന്നെ ഈശോയെക്കുറിച്ച് പറയുന്നു, അവൻ ഭോജനപ്രിയനാണ്, ഭക്ഷണത്തോട് ആർത്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിന്നാലും കുറ്റം, തിന്നില്ലെങ്കിലും കുറ്റം, നന്മ ചെയ്താലും കുറ്റം, തിന്മ ചെയ്താലും കുറ്റം. ഇതാണ് 2-ാമത്തെ മനോഭാവം. എല്ലാത്തിലും തിന്മ മാത്രം കണ്ടെത്തുകയും കുറ്റം കണ്ട് ഈ കുറ്റം പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന 2-ാമത്തെ മനോഭാവം. നമ്മുടെ ഈ 2 മനോഭാവങ്ങൾക്കും ഒരു മാറ്റം വരുത്തണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകമായി ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ഈ 2 രീതിയിലുള്ള ചിന്താഗതികൾക്ക് ദൈവമേ മാറ്റം വരുത്തുവാനായി ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യ നൊവേനയിലും ആരാധനയിലും ബലിയിലും പങ്കെടുക്കുമ്പോൾ ഈ 2 മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്താനും, അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകമായി ഇന്ന് ഇവിടെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും ദൈവം അലിവാർന്ന് സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ പരിശുദ്ധ ബലി ആരംഭിക്കാം. ബലിയർപ്പിക്കുവാൻ നമ്മളെ അയോഗ്യരാക്കുന്ന നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും ഓർത്ത് ദൈവത്തോടും നമ്മുടെ പ്രിയ സഹോദരങ്ങളോടും നമുക്കിപ്പോൾ മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ഏകജാതന്റെ ആഗമനം അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ അങ്ങേ ജനത്തിന് വരമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ രക്ഷയുടെ വിധാതാവായ അവിടുന്ന് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ആഗതനാകുമ്പോൾ ഞങ്ങൾ ജാഗരൂകരായിരുന്നു അവിടുത്തെ വേഗത്തിൽ എതിരേൽക്കുവാൻ ഞങ്ങൾ ശക്തരാകുമാറാകട്ടെ. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടൽ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവെ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പരത്തുന്ന പതിര് പോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടന്റെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. എല്ലാവരും എണീറ്റ് നിൽക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് വരുന്നു, അവിടുത്തെ എതിരേൽക്കുവിൻ. അവിടുന്ന് തന്നെയാണ് സമാധാനരാജൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് വിലാപഗാനം ആലപിച്ചു
എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നാഥ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ, നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി അങ്ങ് ഞങ്ങളിൽ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായകമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താജകൾ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ.
ഗാഗുൽത്താമലവേദിയിൽ മാനുഷർ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജന്മം ആർത്തഭക്ത്യാ. തന്നുയിർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ പാർത്തിരിപ്പൂ. ആകയാലാമോദവായി പീലമരുമാ സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യപ്രതാപവാനങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മളുടെ എല്ലാ നിയോഗങ്ങളും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും അലിവുള്ളവനാണ് ദൈവം. അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ബലിവസ്തുക്കളിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും അവിടുന്ന് പവിത്രീകരിച്ച് വിശുദ്ധീകരിച്ച് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഏതൊക്കെ നിയോഗം മനസ്സിൽ വെച്ചാണോ നിങ്ങൾ ഈ ബലിയിൽ പങ്കെടുക്കുക, ആ നിയോഗങ്ങളൊക്കെയും ഒരിക്കൽ കൂടെ ഓർക്കണം. ആരോടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കണം. ആർക്കെങ്കിലും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ നിമിഷം നിങ്ങൾ ഓർക്കുന്നുവോ, അവരെയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. കുരിശിൽ ഈശോ ചിന്തിയ ആ ദിവ്യബലി, സ്നേഹത്തിൻ്റെ ബലി നാം ഒരിക്കൽ കൂടെ ഇവിടെ അനുസ്മരിക്കുന്നു. ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറി അവൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി ദൈവം പകുത്തു നൽകുന്ന നിമിഷമാണ്. നമ്മുടെ അവിശ്വാസത്തിൻ്റെ ചിന്തകൾ മാറ്റിവെക്കാം, നമ്മുടെ അശുദ്ധിയുടെ ഓർമ്മകൾ മാറ്റിവെക്കാം, പാപത്തിൻ്റെ മുറിപ്പെടുത്തുന്ന ചിന്തകൾ മാറ്റിവെക്കാം. നാം മാലാഖമാരോടൊപ്പമാണ്, വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടുമൊപ്പമാണ് ഈ ബലിവേദിക്ക് ചുറ്റും ആയിരിക്കുക. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ഈ ബലി ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കണ്ണുകൾ തുറന്ന് അതിയായ വിശ്വാസത്തോടെ നമുക്ക് ഈ സ്തോത്രബലിയിൽ പങ്കുചേരാം.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനീണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ കൃത്തടജലമേ, എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി ഫെൽസി സേവറിനെ ഓർക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ആവിലായിലെ അമ്മ ത്രേസ്യയോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കുടുംബ സമാധാനത്തിനു വേണ്ടി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് സന്തോഷത്തോടെ പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോ, ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. ദൈവമേ, ആശ്രയം
നീ മാത്രമേ. എന്തിനാണെൻ ജന്മമെന്ന ചോദ്യമെന്തേ തോഴ, കണ്ണുനീർ മഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, നിരുമായിക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവരഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവയെ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിനാത്മാവേ പറന്നിറങ്ങണമേ, ദേവാലയത്തിലും എൻ ഭവനത്തിലും എൻ ഹൃദയത്തിലും വന്നു വാഴണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, കനിവിൻ കൂദാശയേ, സ്നേഹസായുജ്യമേ. ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന. യേശുവിനാത്മാവേ ശുദ്ധീകരിക്കണമേ, എന്നാത്മാവിലെ പാപക്കറകളെല്ലാം കഴുകി
കളയണമേ, നേർവഴി കാട്ടണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, കനിവിൻ കൂദാശയേ, സ്നേഹസായുജ്യമേ. ആരാധന ആരാധന ആരതി ആരാധന, ആരതി ആരാധന. യേശുവിനാത്മാവേ, സൗഖ്യമേകണമേ, എൻ ദേഹിയിലും എൻ ദേഹത്തിലും ജീവൻ പകരണമേ, അഭിഷേകമേകണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, കനിവിൻ കൂദാശയേ, സ്നേഹസായുജ്യമേ. ആരാധന ആരാധന ആരതി ആരാധന, ആരതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ഈശോയെ നോക്കി മൗനമായി അവിടുത്തെ ആരാധിക്കാം. നാം ദിവ്യകാരുണ്യ നൊവേനയിലേക്ക് പ്രവേശിക്കുന്നു. ഈ നൊവേനയിൽ നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ ദിവ്യകാരുണ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നൊവേന പ്രാർത്ഥന വഴി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവം സാധിച്ചു തരട്ടെ. നമുക്കിന്നോളം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ഈ നൊവേനയിലൂടെ ദൈവത്തിന് നന്ദി പറയാം. ഇനിയും ദൈവത്തിൻ്റെ വിരിച്ചു പിടിച്ച സംരക്ഷണത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിയായ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ദിവ്യകാരുണ്യ സ്തുതികൾ ഏറ്റുചൊല്ലാം. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ മന്യയായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാലാഖമാരുടെ ഭോജനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർണ്ണനീയ ദാനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ എഴുതി സമർപ്പിച്ച അപേക്ഷകൾ ഇപ്പോൾ വായിക്കുന്നു. 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനു വേണ്ടി ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ പ്രത്യേകമായി സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കൂട്ടുകാരിയുടെ മൂത്രതടസ്സം മാറിക്കിട്ടുന്നതിനും ഞായറാഴ്ചയിൽ പരീക്ഷയിൽ മകന് നല്ല വിജയം നൽകി നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഈ രണ്ട് നിയോഗങ്ങളും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. വർഷങ്ങളായി സംസാരശേഷി നഷ്ടപ്പെട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് സംസാരിക്കുന്നതിനുള്ള കഴിവ് നൽകണമെന്ന് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ മേൽ ദിവ്യകാരുണ്യ ശക്തി നിറയുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിദേശയാത്ര ചെയ്യുന്ന മകൾക്ക് പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്ന് കാത്തു പരിപാലിക്കപ്പെടുന്നതിനു വേണ്ടി ദിവ്യകാരുണ്യ ഈശോയുടെ സന്നദ്ധിയിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. IELTS പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാകുന്നതിന് വേണ്ടി 2 പേർ ഈശോയുടെ സന്നദ്ധിയിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നു. വിദേശത്തുള്ള മകന് മറ്റൊരു കമ്പനിയിൽ ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി 3 പേർ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നദ്ധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ കൂപ്പി നമുക്ക് ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ഓർക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഈ നിമിഷമായിരുന്നു കൊണ്ട് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുന്ന ഈ ദേവാലയത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പായ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കാം. ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പരീക്ഷയിൽ വിജയം നേടുവാൻ വേണ്ടി പ്രത്യേകമായി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കാം. രോഗസൗഖ്യത്തിനു വേണ്ടി ഈശോയുടെ മുൻപിൽ കരുണയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ മേൽ ദിവ്യകാരുണ്യ ശക്തി നിറയുന്നതിനും അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാലയങ്ങൾ തുറന്ന് ഇപ്പോൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി നമ്മുടെ മക്കളെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദിവ്യകാരുണ്യനാഥനായ ഈശോ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരുടെ കൂട്ടുകാർ, അധ്യാപകർ എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അവർ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തന മേഖലകളും ജോലി മേഖലകളും ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ ദൈവം കേൾക്കും. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ ഈശോയെ എന്ന ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നമുക്കും ഈശോയോട് ചോദിക്കാം, ഈശോയെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് സത്യമായ വിശുദ്ധമായ വിശ്വാസത്തിൽ അടിയുറച്ച് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ മനസ്സിലോർത്ത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇന്നത്തെ നൊവേനയിലെയും ആരാധനയിലും പ്രത്യേക നിയോഗങ്ങൾ. പള്ളിയിൽ ഫെൽസി സേവറിൻ്റെ 3ാം ചരമവാർഷികമാണിന്ന്. ആ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് 1ാം ജന്മദിനം ആഘോഷിക്കുന്ന സിദ്ധാനെയും ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം നന്ദി പറയാം. നമുക്ക് ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ലഭിച്ച ഒരു കൃതജ്ഞത ഇപ്പോൾ വായിക്കുന്നു. എൻ്റെ MRI സ്കാനിങ്ങിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാനായി
7 ദിവസം നിത്യാരാധനയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി MRIയിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന റിപ്പോർട്ട് കിട്ടി. ഡിസംബർ 17 നടക്കുന്ന സിസ്റ്റോസ്കോപ്പിയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ടിനായി പ്രത്യേകം പ്രാർത്ഥന യാചിക്കുന്നു. ദിവ്യകാരുണ്യീശോയ്ക്ക് കോടാനുകോടി നന്ദികൾ അർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഈ നിമിഷം മൗനമായി നന്ദി പറയാം. എല്ലാ നന്ദിയും ആരാധനയും സമർപ്പിച്ച് നവനാൾ ജപങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഓ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, പാപികളും അയോഗ്യരുമായ ഞങ്ങളുടെ മധ്യേ സ്നേഹപൂർവം എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്വർഗീയ ദിവ്യ സാന്നിധ്യത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യുഗാന്ത്യം വരെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്കെന്നും അഭയവും ആശ്വാസവും അരുളുവാനായി അങ്ങ് ദിവ്യകൂദാശയിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ ജനനിയോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവസ്വഭാവവും അടങ്ങിയിരിക്കുന്ന ഈ കൂദാശയിലൂടെ അങ്ങയെ തന്നെ പൂർണ്ണമായും ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. അന്ത്യത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് അങ്ങയുടെ തിരുശരീര രക്തങ്ങളാക്കി ശിഷ്യന്മാർക്ക് നൽകിയല്ലോ. ഓരോ ദിവ്യബലിയിലും അങ്ങ് ഈ ആത്മദാനം ആവർത്തിക്കുന്നുവെന്നും ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും അങ്ങേ തൃക്കരങ്ങളിൽ നിന്ന് ഈ മഹാദാനം ഞങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നെന്നുള്ള ബോധ്യം അങ്ങ് ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത കർത്താവേ, നീട്ടിയ കരങ്ങളുമായി തിരുവോസ്തിയിൽ അങ്ങു ഞങ്ങളെ സ്നേഹപൂർവ്വം മാടി വിളിക്കുന്നവല്ലോ. ക്ലേശങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ തളർത്തുമ്പോൾ ഉറ്റവരും ഉടയവരും ഞങ്ങളിൽ നിന്ന് അകലുമ്പോൾ ആലംബമില്ലാതെ അലയുമ്പോൾ ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ നീരുറവയായി അങ്ങ് ദിവ്യസക്രാരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. തകർന്ന സ്വപ്നങ്ങളും നിരാശയുടെ ഭാരവുമായി എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ നയനങ്ങൾ തുറന്ന ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ ജീവിത വീഥികളിൽ ഇരുൾ പടരുമ്പോൾ, ഹൃദയം ആകുലതകളാൽ നിറയുമ്പോൾ ഞങ്ങൾക്ക് വചനത്തിന്റെ പ്രകാശം നൽകി ഹൃദയം ജ്വലിപ്പിക്കുകയും തിരുശരീര രക്തത്താൽ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കുകയും ചെയ്യണമേ. മനുഷ്യ മക്കളോടുകൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് അരുൾ ചെയ്ത കർത്താവേ, സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ ചൈതന്യവും വിശ്വാസത്തിൽ സ്ഥിരതയും സുഹൃതാഭ്യാസത്തിൽ പുരോഗതിയും രോഗങ്ങളിൽ സൗഖ്യവും വേദനയിൽ ആശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഈ ആരാധനയിൽ ഞങ്ങൾ യാചിക്കുന്ന നിയോഗം. നമ്മുടെ നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നദ്ധയിൽ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ ഈശോ സാധിച്ചു തരും എന്ന ഉറപ്പാർന്ന വിശ്വാസത്തിൽ നമുക്ക് ചോദിക്കാം. അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ തിരുമുൻപിൽ തുറന്ന് സമർപ്പിക്കാം.
നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങയുടെ അങ്ങയുടെ ഉപരിമഹത്വത്തിനും ഉപരിമഹത്വത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിത നന്മയ്ക്കും നന്മയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥയായ പരിശുദ്ധ അമ്മയുടെ തിരുവുദരത്തിൽ നിന്ന് ജന്മം പ്രാപിച്ച യേശുവേ, കുരിശിൻ ചുവട്ടിൽ വച്ച് അങ്ങയോടൊപ്പം ബലിയായി മാറിയ മറിയത്തെ പോലെ ഞങ്ങളും ബലിയാകുവാൻ വരമരുളണമേ. ഈ അമ്മ ഞങ്ങളെ അനുദിനം അങ്ങയോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ജീവനിൽ പങ്കുചേരാനും അവിടുത്തെ ജീവന്റെ സമൃദ്ധി ലോകം മുഴുവൻ നിറയുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സജീവ ദൈവത്തിന്റെ പുത്രനായ യേശുവേ, അങ്ങയുടെ ദിവ്യകാരുണ്യ രഹസ്യങ്ങൾ നിത്യവും യോഗ്യതയോടുകൂടി ആഘോഷിക്കുവാൻ തിരുസഭയ്ക്ക് വരമരുളണമെന്നും അങ്ങയുടെ അഭിഷിക്തരെ വിശുദ്ധിയിൽ നിലനിർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവായ യേശുവേ, ഞങ്ങളുടെ രാഷ്ട്ര നേതാക്കളും ഭരണാധികാരികളും നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരായി തീരുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായി ദൈവത്തിൻ്റെ തിരുഹിതത്തിന് സ്വയം സമർപ്പിച്ച ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളുടെ സമൂഹത്തിലെ യുവതി യുവാക്കൾ എളിമയിലും വിശുദ്ധിയിലും വിധേയത്വത്തിലും അനുദിനം വളർന്നു വരുവാൻ കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യ ഔഷധവും നിത്യജീവന്റെ ഭോജ്യവുമായ യേശുവേ, ആത്മീകവും മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ വലയുന്നവരെ അവിടുത്തെ മുറിപ്പാടിൽ നിന്നും ഒഴുകുന്ന തിരുരക്തത്താൽ സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ദിവ്യകാരുണ്യേശുവേ, തിരുക്കുടുംബ ആശ്രമ ദേവാലയത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമായി അങ്ങയുടെ സന്നിധിയിൽ അണയുന്ന ദിവ്യകാരുണ്യ ഭക്തരായ എല്ലാ വിശ്വാസികൾക്കും ശാന്തിയും സമാധാനവും ജീവിത സമൃദ്ധിയും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവർണ്ണനീയ ദാനമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകളെയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ അനന്തകൃപയിൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാപന പ്രാർത്ഥന. ദിവ്യകാരുണ്യനാഥനായ യേശു തൻ്റെ കരുണയും കൃപയും നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ. ദിവ്യകാരുണ്യ ഭക്തിയിൽ എന്നും ഉത്തരോത്തരം വളരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തോടുള്ള നിങ്ങളുടെ സ്നേഹം അഗ്നിജ്വാലയായി നിങ്ങളിൽ കത്തിപ്പടരുവാൻ ഇടയാകട്ടെ. അവിടുത്തെ ശാന്തിയും സമാധാനവും എന്നും നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും ഉണ്ടാകുമാറാകട്ടെ. അവിടുത്തെ പീഡാനുഭവം സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രകടിപ്പിച്ച ശാന്തത, സൗമ്യത, ക്ഷമ, വിധേയത്വം, ആത്മസമർപ്പണം തുടങ്ങിയ സദ്ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമാറാകട്ടെ. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുകയും ആ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സ്വർഗത്തിൽ അനവരതം അവിടുത്തെ മുഖാമുഖം ദർശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, കനിയേണമേ. മിശിഹായേ, കനിയേണമേ. കർത്താവേ, കേൾക്കണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ
മിശിഹായെ കൈക്കൊള്ളണേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ദിവ്യകാരുണ്യ ഈശോ ഞങ്ങളിൽ നിറയേണമേ. ദൈവത്തിൻ സ്നേഹമായി ഐക്യത്തിൻ അടയാളമായി ഓസ്തിയിൽ വാഴുമീശോ വരമാരി ചൊരിയണമേ.